നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർച്ചയിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും 1 മാസത്തിനകം ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി. സീൽ വെച്ച കവറിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ, ഈ അതിക്രമ ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത വീണ്ടും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. നമുക്കറിയുന്നത് പോലെ 2 തവണ 2 ജഡ്ജിമാർ ഈ ഹൈക്കോടതി പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. പിന്നീടാണ് ഡയസ് എന്ന് പറഞ്ഞ ജഡ്ജിയുടെ മുൻപിലേക്ക് ഈ കേസ്, ഈ ഹർജി വരുന്നത്. ഇപ്പോൾ അത് ഫയലിൽ സ്വീകരിച്ചു എന്ന് പറയുന്നത് തന്നെ ആശ്വാസം ഉള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, കൃത്യമായ നിർദ്ദേശം അത് കോടതി നൽകുകയും ചെയ്യുന്നു, അല്ലേ? ഗുഡ് ഈവനിംഗ് പ്രജിൻ, അമൃത. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ അതിജീവിത പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ന് ജസ്റ്റിസ് ഡയസിന്റെ ബെഞ്ച് ഈ കാര്യം പരിഗണിക്കുമ്പോൾ തന്നെ അതിജീവിത ഉന്നയിച്ചിരിക്കുന്ന 2 കാര്യങ്ങളിലും ഒരു തുടർചലനങ്ങൾ അതിലുണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനം 2 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഒന്ന്, ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് അതിൽ മറ്റൊരു അന്വേഷണ സംഘം, അതായത് ഒരു SIT രൂപീകരിച്ചുകൊണ്ട് അന്വേഷിക്കണം, അതിനെ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കണം എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, അവരുടെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയിരുന്നു. അതിൽ പുനരന്വേഷണം നടത്തുകയും അതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതുമായിരുന്നു. ഈ 2 എണ്ണത്തിൽ മെമ്മറി കാർഡും ഒപ്പം തന്നെ പെൻഡ്രൈവും അത് വിചാരണ കോടതിയിൽ നിന്ന് എത്രയും വേഗം ഹൈക്കോടതിയുടെ പക്കലേക്ക് എത്തിക്കണം. സീൽ വെച്ച കവറിൽ 1 മാസത്തിനകം അത് ഹൈക്കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുണ്ട്. അത് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കണം. SIT രൂപീകരിക്കുന്നതിൽ പ്രോസിക്യൂഷനോട്, സർക്കാരിനോട് എന്താണതിൽ നിങ്ങളുടെ ഒരു വിശദീകരണം എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ സർക്കാരിനോട് ചോദിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി അടക്കമുള്ളവർക്ക് 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ഹാഷ് വാല്യൂ മാറിയത് കോടതിക്കുള്ളിൽ നിന്ന് തന്നെയാണ്, അതിലെ ജീവനക്കാർക്കിടയിൽ നിന്ന് തന്നെയൊക്കെയുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ഇത് വിചാരണ കോടതി ഒരു വട്ടം അന്വേഷിച്ചതാണ്. പക്ഷേ അതിൽ ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല. കുറ്റക്കാരായ ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യവുമായാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലിപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം, ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പ്രജിനമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.